244 കിലോമീറ്റർ നീളമുള്ള നദി ഇൻഡർസ്റ്റേറ്റ് നദിയല്ല. ദുർബലനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടെ ഭാരം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 7, 8, 17, 18 ഈ ബ്ലോക്കിൽ നന്നായിട്ട് ലീക്കുണ്ട്. 120 അടി ഉയരത്തിൽ വെള്ളം ഡാമിൽ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ലീക്ക് തുടങ്ങും. പുതിയതായിട്ട് പണിത് വെച്ച ഡാമിൽ കൂടെയാണ് ലീക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഡേറ്റകൾ ഒന്നും പഴയ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അല്ല. ഞാൻ എൻ്റെ കണ്ടുപിടുത്തത്തിൽ ഡാം 100 അടി പൊക്കത്തിൽ വെച്ച് അത് ഒടിഞ്ഞിട്ട് 20 ഡിഗ്രി വെള്ളത്തിലോട്ട് ചെരിഞ്ഞ ഡാം. അവർ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു അതനുസരിച്ച് കാര്യങ്ങൾ നിർത്തുന്നു. തമിഴ്നാടിൻ്റെ ആൾക്കാരും വേണ്ട, കേരളത്തിൻ്റെ ആൾക്കാരും വേണ്ട, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ആൾക്കാരും വേണ്ട. കേരളത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഡേറ്റകളൊന്നും ഈ സെൻട്രൽ വാട്ടർ കമ്മീഷന് അല്ലെങ്കിൽ സുപ്രീം കോടതി മുമ്പിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളം എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതിയത് നിർമ്മിക്കണം. പക്ഷേ അവിടെ കേരളത്തിന് ഒരു അധികാരവുമില്ല. എന്തുകൊണ്ടാണ് ആ അധികാരമൊക്കെ പോയത്? കേരളത്തിൽ തുടങ്ങി കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു നദിയാണ്. എവിടെയാണ് സർക്കാരിന് വീഴ്ച പറ്റിയത്? അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാനായി മുൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോർജ് ഡാനിയൽ സാർ നമ്മളോട് ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. നമസ്കാരം സാറേ. സാറേ, എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു നദിയാണ്, കേരളം എന്തുകൊണ്ടാണ് ഈ കേസ് തോറ്റുപോകുന്നത്? പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, സുപ്രീം കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ നീതിപീഠങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായ രേഖകളോ ഫയലുകളോ ഹാജരാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതൊരു വലിയ ന്യൂനതയായിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് ഒരു സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആണെങ്കിലും അതുപോലത്തെ സ്ഥാപനങ്ങളിലാണെങ്കിലും കേരളത്തിന് ഒരു സപ്പോർട്ട് ഒരിക്കലും കിട്ടുന്നില്ല. കേരളം എന്ത് കാര്യങ്ങൾ വാദിച്ചു കൊണ്ടുവന്നാലും അതിനൊന്നും ഒരു ഭൂരിപക്ഷമായൊരു അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ല. അതാണ് കേസുകളിലൊക്കെ ഇങ്ങനെ നമുക്കൊരു തിരിച്ചടികൾ കിട്ടാൻ ഉണ്ടായ കാരണങ്ങളിലൊന്ന്. നീതിപീഠങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തെളിവുകളാണ് പ്രധാനം, രേഖകളാണ് പ്രധാനം. ഈ തെളിവുകളും രേഖകളും നമുക്ക് ഹാജരാക്കാൻ സമയാസമയങ്ങളിൽ പറ്റാതെ വരുമ്പോഴത്തേക്കും നമ്മൾ പുറന്തള്ളി പോകുന്നുണ്ട്. മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. സാർ, ഈ പെരിയാർ കേരളത്തിൻ്റെ സ്വന്തം നദിയാണെന്ന് തെളിയിക്കാൻ എന്തൊക്കെയാണ് സാധനം മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ? കേരളത്തിൻ്റെ സ്വന്തം നദിയാണത്. 244 കിലോമീറ്റർ നീളമുള്ള നദി ഇൻഡർസ്റ്റേറ്റ് നദിയല്ല. അത് ശിവഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് പല ജില്ലകളിൽ കൂടെ ഒഴുകി അത് കടലിൽ ചെന്ന് ചേരുന്നതാണ്. 244 കിലോമീറ്റർ. ആ 240 കിലോമീറ്ററിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്ന ഉത്ഭവം എന്ന് പറയുന്നത് ശിവഗിരി കുന്നുകളാണ്. ശിവഗിരി കുന്നുകളുടെ അടിവാരത്തിൽ നിന്നാണ് ഈ പുഴ ഉത്ഭവിച്ച് പെരിയാറായി ഇങ്ങനെ വന്ന് ഒഴുകി വരുന്നത്. അതൊരിക്കലും ഇൻഡർസ്റ്റേറ്റ് നദിയല്ല. തമിഴ്നാട്ടിനോട് ഏതെങ്കിലും തരത്തിൽ അതിർത്തി പങ്കിടുന്നുണ്ടോ? അതിർത്തി പങ്കിടുന്നില്ല. അതിർത്തി സാറ്റലൈറ്റ് ഇമേജ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അതിർത്തികളൊന്നും അങ്ങനെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളായിട്ട് പങ്കിടുന്നില്ല. പക്ഷേ ഈ മഴനിഴൽ പ്രദേശങ്ങൾ പോലെ ഉള്ള ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അല്ലാതെ പെരിയാർ പൂർണ്ണമായും നമ്മുടെ കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന നദിയാണ്. ഇൻഡർസ്റ്റേറ്റ് ആണെന്ന് തെറ്റായ വിവരം കൊടുത്തു കോടതിയിൽ, അല്ലേ? ആദ്യകാലങ്ങളിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിന് പ്രസക്തി ഉണ്ടോയെന്നറിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഈ കേസൊക്കെ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ സാറ്റലൈറ്റിൻ്റെ സഹായങ്ങളോ അങ്ങനെ മുകളിൽ നിന്ന് എടുക്കുന്ന ഏരിയൽ ഫോട്ടോസോ ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ലായിരിക്കും. ഭൂമിയിൽ കൂടെ നടന്നുള്ള സർവേയുടെ കാര്യങ്ങൾ മാത്രമേ ആയിരിക്കും അന്നത്തെ തെളിവുകളായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ സാറ്റലൈറ്റ് ഫോട്ടോകളിൽ കൃത്യമായിട്ട് എവിടെ ഉത്ഭവിക്കുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാർ, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ ഒരു ചുമതലയിലൊക്കെ നിൽക്കുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഈ വീഴ്ചകൾ, കേരളത്തിൻ്റെ ഭാഗത്തെ വീഴ്ചകളും തമിഴ്നാട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അത് കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ തരുന്നത് കൃത്യമാണോ എന്ന് നമുക്ക് വല്ലാതെ നമുക്ക് പണ്ടുപോലെ സംശയമുണ്ട്. അത് വെള്ളം കൊണ്ടുപോകുന്ന കണക്ക് ഇതൊക്കെ അവരാണ് തരുന്നത്.
ആനവച്ചാലിൽ നിന്നാണ് ഇന്ത്യക്ക്, നമ്മുടെ തേക്കടിയിലോട്ട് പോകുന്ന വഴിക്ക് ആനവച്ചാൽ എന്ന സ്ഥലത്തു നിന്നാണ് ഇന്ത്യക്ക്. അവിടെ നിന്നാണ് കനാൽ വഴി വന്ന് വെള്ളം കൊണ്ടുപോയിട്ട് തമിഴ്നാടിൻ്റെ ഫോർബേ ഡാം ഉണ്ട്. ഫോർബേ ഡാമിൽ അവിടെ കൊണ്ടുപോയി ശേഖരിച്ചിട്ട് ഒരു ഭാഗം എർച്ചിൽപ്പാലം വഴി കനാലിലോട്ടും പെൻസ്റ്റോക്ക് വഴി കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് രണ്ട് രീതിയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടുന്ന് എത്ര കൊണ്ടുപോകുന്നുണ്ട് എന്ന് അവരാണ് കണക്ക് തരുന്നത്. ആ കണക്കുകൾ കൃത്യമായിട്ട് നമുക്ക് ഫിസിക്കലി അവിടെ ചെന്ന് പരിശോധിക്കാനൊന്നും അവർ അനുവദിക്കത്തില്ല. അതുപോലെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഡാമിൻ്റെ സീപ്പേജ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സീപ്പേജ് എന്ന് പറഞ്ഞാൽ ചോർച്ച. ആ ചോർച്ചയുടെ അളവൊക്കെ അവർ തരുന്നതാണ്. പണ്ട് കാലഘട്ടത്തിൽ ഉപസമിതി സജീവമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഡാമിൻ്റെ ഉള്ളിൽ ഗാലറി കയറുകയും അവരോടൊപ്പം നിന്ന്, തമിഴ്നാടിൻ്റെ ഉദ്യോഗസ്ഥരോടൊപ്പം നിന്ന് അളവെടുത്ത് സീപ്പേജ് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ തരുന്നു രേഖകൾ, അത് നമ്മൾ വാങ്ങി നമ്മൾ എഴുതി വെക്കുന്നു. അവർ തരുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതെ, അവിടെ പരിശോധിക്കാൻ നമുക്കൊരു അധികാരമില്ല. ഇല്ല. കേരളത്തിന്റെ സ്വന്തം പല അവസരങ്ങളിൽ പോലും ഡാമിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റാതെ വന്ന് ചീഫ് എഞ്ചിനീയർ പി ലതിക മാഡം ഉൾപ്പെടെ ഞങ്ങൾ അവിടെ വെയിലത്ത് ഈ കുത്തിയിരിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ അവർ പെർമിഷൻ മേടിച്ചിട്ട് ഞങ്ങളെ അകത്തോട്ട് കയറ്റിയത്. അതുപോലും നമുക്ക് അവിടെ കയറി ചെല്ലാനുള്ള അവസരങ്ങൾ നമ്മൾ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മൾക്ക് അവിടെ ഡാം പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് അവർ പലപ്പോഴും അവർ അനുവദിക്കുന്നില്ല. കേരളത്തെ കബളിപ്പിച്ചുകൊണ്ടും ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ? അൺഓതറൈസ്ഡ് ഡൈവേർഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് കൊടുങ്കാട്ടിനുള്ളിൽ കൂടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് കേട്ടുകേൾവികൾ. അതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. സാറിന് അന്ന് പരിശോധനയ്ക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാണാം? ഈ ഡാമിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതായിട്ടൊക്കെ അന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഡാമിന് 1200 അടി നീളമുള്ള ഡാമാണ് ഒറിജിനലി മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അതിനായിട്ട് 1070, 1080 പുതിയൊരു ഡാം കൂടെ പണിത് അതിനോട് ചേർത്ത് വെക്കുകയാണ് ചെയ്തത്. ദുർബലനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടെ ഭാരം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ദുർബലനായ മനുഷ്യൻ മറിഞ്ഞു വീഴും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ 1987 സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ ഡാം പണിത് അതിനോട് ചേർത്ത് വെച്ചപ്പോഴത്തേക്ക് ആദ്യകാലങ്ങളിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 7, 8, ബ്ലോക്ക് 17, 18 ഈ ബ്ലോക്കിൽ എല്ലാം നന്നായിട്ട് ലീക്കുണ്ട്. അതായത് 120 അടി ഉയരത്തിൽ വെള്ളം ഡാമിൽ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ലീക്ക് തുടങ്ങും. അത് ഈ പുതിയതായിട്ട് പണിത് വെച്ച ഡാമിൽ കൂടെയാണ് ലീക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഡേറ്റകൾ ഒന്നും പഴയ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അല്ല. ഈ പുതുതായിട്ട് പണിത് വെച്ച് 1980 പണിത് വെച്ച് ഈ ഡാമിൻ്റെ ഡേറ്റകളാണ് നമുക്ക് കിട്ടുന്നത്. അകത്തെ ഡാം എന്ന് പറഞ്ഞാൽ അത് വെറും കല്ലുകെട്ടാണ്. ആ കല്ലുകെട്ടിൽ നിന്ന് എന്ത് ഡേറ്റകളാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അവിടെ കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് സെൻസറുകളുണ്ട്, എല്ലാ ഡാമുകൾക്കും ഉണ്ട്. ഈ ഡാമിൻ്റെ സെൻസറുകൾ പിന്നീടൊക്കെ പണിത് വെച്ചതാണ്. അതൊന്നും പ്രവർത്തനക്ഷമമായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗാലറിക്കുള്ളിൽ ഈ നിലത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ ഗേജുകളുണ്ട്. അതൊരു ഏതാണ്ട് ഒരു 40ഓളം പ്രഷർ ഗേജുകളുണ്ട്. എൻ്റെ പരിശോധനയിൽ ഞങ്ങൾ പലപ്പോഴും അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല. ചോദിക്കുമ്പോൾ നാളെ ശരിയാക്കാം, മറ്റന്നാൾ ശരിയാക്കാം എന്നെല്ലാം പറഞ്ഞ് അവർ ഒഴിവൊഴിവ് പറഞ്ഞ് അവരങ്ങ് ഒഴിഞ്ഞു മാറുക ചെയ്യാറില്ല. അതുപോലെ സീപ്പേജ് അളക്കുന്ന വീനോച്ച് എന്ന് പറഞ്ഞ ഒരു ഉപകരണം വെച്ചാൽ ബി പോലെ ഒരു തകിട് വെട്ടിയെടുത്ത് അതിനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ചാണ് എന്തുമാത്രം വെള്ളം ഒഴുകി പോകുന്നത്. ഈ വെള്ളം ഒഴുകി ഈ വീനോച്ചിൻ്റെ ആ ഡിഗ്രിയും അതിൻ്റെ ഷേപ്പും എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കണമെന്ന് പലതവണ നമ്മൾ അന്ന് കാലത്ത് നമ്മൾ ആവശ്യപ്പെടുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്തെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതുപോലെ ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഡാമിൻ്റെ എക്സ്പാൻഷൻ അളക്കാൻ വേണ്ടിയുള്ള സംഭവം. വെയിലത്ത് ഡാം വികസിക്കും, അത് അളക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പ്രവർത്തനക്ഷമമായിരുന്നില്ല. അതൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. നിലവിൽ എന്തവസ്ഥയിലായിരിക്കും മുല്ലപ്പെരിയാർ ഡാം? ഞാൻ എൻ്റെ കണ്ടുപിടുത്തത്തിൽ ഡാം 100 അടി പൊക്കത്തിൽ വെച്ച് അത് ഒടിഞ്ഞിട്ട് 20 ഡിഗ്രി വെള്ളത്തിലോട്ട് ചെരിഞ്ഞാണ് ഡാം നിൽക്കുന്നത്. അത് ഞാനത് എൻ്റെ ഇൻസ്ട്രക്ഷൻ ഞാൻ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് റിമോട്ട് ഓപ്പറേറ്റർ വെഹിക്കിൾ എന്ന് പറഞ്ഞ ഒരു റോബോട്ട് ഉപയോഗിച്ച് ഞങ്ങളവിടെ ഒരു പരിശോധന നടത്തിയായിരുന്നു. ആ പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാമിൻ്റെ ഉള്ളിൽ കല്ലുകൾ ഈ സുർക്കി അലിഞ്ഞു പോയിട്ട് കല്ലുകളെല്ലാം പൊഴിഞ്ഞ് വീണ് അവിടെ ഒരു ഭീകര അന്തരീക്ഷം ഡാമിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവർ ബലപ്പെടുത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും
കേബിൾ ആങ്കറിങ് വെച്ച് ബലപ്പെടുത്തി എന്ന് പറയുന്നതെങ്കിൽ ഈ കല്ലുകെട്ടിൻ്റെ അകത്ത് എങ്ങനെ അത് പ്രായോഗികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സംശയമുണ്ട്. കോൺക്രീറ്റ് ഡാം ആണെങ്കിൽ ശരിയാണ്, ഹോള് ഡ്രിൽ ചെയ്തിട്ട് നല്ല പ്രഷറിൽ സിമെൻറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്രഷർ ഗ്രൗട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലീക്ക് നിൽക്കും. അങ്ങനെയാണ് കോൺക്രീറ്റ് ഡാം എന്ന് പറയുന്നത്. പക്ഷെ കല്ല് കെട്ടിയ ഒരു ഡാമിൻ്റെ അകത്ത് എങ്ങനെ ഈ പ്രഷറിൽ ഇത് അടിച്ചു കൊടുത്ത് അതിനെ ലീക്ക് മാറ്റാൻ പറ്റും? സാധിക്കത്തില്ല. സാധിച്ചു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ഉപയോഗിച്ച സിമെൻറ്റിൻ്റെ ആക്കിൻ്റെ എണ്ണം വരെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് പരിശോധിക്കാൻ അവകാശമില്ല. അതുപോലെ ഞങ്ങൾ അവിടെ കണ്ടുപിടിച്ചതിൽ പെർമിബിലിറ്റി ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് 54 മില്ലിമീറ്റർ ഹോള് ഡ്രിൽ ചെയ്തിട്ട് എവിടം വരെ പോകുന്നു അവിടം വരെ ആ ഹോള് ഡ്രിൽ ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ച് നിർത്തുക. വെള്ളം നിറച്ച് നിർത്തി കഴിയുമ്പോഴത്തേക്കും ലീക്ക് ഉണ്ടെങ്കിൽ വെള്ളം താഴ്ന്നു പോകും, ഒഴുകിപ്പോവും. ഇത് ലീക്കില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ആ വെള്ളം നമ്മൾ ഒഴിക്കുന്നുള്ള അവിടെ തന്നെ കാണും. പക്ഷേ ഇതിന് ഒഴിച്ചൊഴിച്ച് തടാകത്തിലെ വെള്ളം തീരാറാകുന്നവരെ ഒഴിച്ചു നോക്കി, എന്നിട്ടും നിന്നില്ല. അങ്ങനെ കല്ലുകെട്ടി ഉണ്ടാക്കുന്ന ഡാമുകൾക്കാണ് ഉണ്ടാവും അത്. പക്ഷെ അതിൽ ഇവർ അങ്ങനെ അതാണ് കറക്റ്റാണ് എന്നാലും അത് ഡാം സ്ട്രോങ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്താണ് അതിൽ അവകാശപ്പെടാനുള്ള തെളിവുകളെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ വിദഗ്ധ സമിതിയിൽ നിന്നും, മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ നിന്നും കേരളത്തെ അംഗത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പം അതെന്തുകൊണ്ടായിരിക്കാം? ഇതൊരു എൻ്റെ നിഗമനത്തിൽ ഇതൊരു തിരക്കഥ എഴുതി അങ്ങ് അഭിനയിക്കുന്ന പോലെയുള്ളൊരു പരിപാടിയത്. അവർ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു അതനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുന്നു, അല്ലാതെ ഒരു വസ്തുനിഷ്ഠമായോ അല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു പഠനമോ കാര്യങ്ങളോ അവിടെ നടക്കുന്നില്ല. വിദേശ ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു നടപടിയില്ല. വിദേശത്തു നിന്നുള്ള ആൾക്കാർ വന്ന് ഇവിടെ എഞ്ചിനീയർമാരില്ലാഞ്ഞിട്ടല്ല, വന്ന് പരിശോധിക്കട്ടെ. തമിഴ്നാടിൻ്റെ ആൾക്കാരും വേണ്ട, കേരളത്തിൻ്റെ ആൾക്കാരും വേണ്ട, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ആൾക്കാരും വേണ്ട. ഈ ആൾക്കാർ തന്നെ വന്ന് പുറത്തുനിന്നുള്ളവർ വന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് അവർ റിപ്പോർട്ട് തരട്ടെ. എന്തുകൊണ്ട് അതിന് കേരളം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവർ സമ്മതിക്കുന്നില്ല. തമിഴ്നാട് എന്ത് പറയുന്നു അത് അതേപടി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അംഗീകരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ നിഷ്പക്ഷമായ നിലപാടുകളെടുക്കണം. 1970-80 കാലഘട്ടത്തിൽ ഒരു മലയാളിയായിരുന്നു അവിടുത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ചെയർമാൻ. അന്നാണ് പറയുന്നത്, ആദ്യമായിട്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറയുന്നത് ഡാം സ്ട്രോങ് അല്ല എന്ന്. അദ്ദേഹം വന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാം സ്ട്രോങ് അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അതിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെ കൊടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു സർവേ അന്ന് നടത്തി പുതിയ ഡാം പണിയാനുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് രാഷ്ട്രീയ കാരണങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. അതാണ് സംഭവം, സത്യാവസ്ഥ അതാണ്. ഇതെല്ലാം രാഷ്ട്രീയ കളികളുടെ ഭാഗമാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ആണെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാരണം വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ ഇതിൽ നിന്ന് ഈ കാര്യങ്ങൾ, മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങൾ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നുണ്ട് പലപ്പോഴും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് MK പരമേശ്വരൻ എന്ന് പറഞ്ഞ നമ്മുടെ സെല്ല് ചെയർമാനായിരുന്ന എഞ്ചിനീയർ. വളരെ ഇന്ത്യ കണ്ടതിൽ പ്രഗത്ഭരായ എഞ്ചിനീയർമാർ ഒരാളാണ്. അദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് കാനഡയിൽ വിട്ട് അയച്ച് പഠിപ്പിച്ചിട്ടാണ് ഇടുക്കി ഡാം പണിയിപ്പിച്ചത്. അത്രയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അദ്ദേഹം സെൽ ചെയർമാനായിട്ട് വർഷങ്ങളിരുന്നിട്ട് എന്തൊക്കെയോ പടലപ്പിണക്കം കൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് എടുത്തു മാറ്റി. അതൊന്നും കേരളത്തിന് ഭൂഷണമല്ല. അപ്പോൾ ഇനിയിപ്പം ഈ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ ഇലക്ട് ചെയ്ത് കുറച്ച് മെമ്പേഴ്സിനെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം നോമിനേഷൻ എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് ആരെയും, നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ആരെയും നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ എഴുതി തരുന്നയാൾ അവിടെ ഇരുത്തിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നിഷ്പക്ഷമായിട്ടുള്ള ഇത് വേണം. ഇതിപ്പം ഈ 5 അംഗ വിദഗ്ധ സമിതിയിൽ തീർച്ചയായിട്ടും ഒരു മലയാളി അല്ലെങ്കിൽ മലയാളി എഞ്ചിനീയർ അതിൻ്റെ അകത്ത് ആവശ്യമായിരുന്നു. ഒരാളെ കിട്ടിയില്ലെങ്കിൽ മറ്റേയാളെ നോക്കണം. ഒരാളെ കൊണ്ട് മാത്രം നോക്കിയാൽ നടക്കുമോ? അല്ലല്ലോ. എത്രയോ പ്രഗത്ഭരായ എഞ്ചിനീയർമാരുണ്ട്. ഞാൻ പറഞ്ഞ ഈ പരമേശ്വരൻ സാറല്ലാതെ വേറെ ഉദ്യോഗസ്ഥരുണ്ട്, റിട്ടയർഡ് ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ ഒരുപാട് അനുഭവജ്ഞാനങ്ങളും പരിചയസമ്പത്തും ഉള്ളവരാണ്. അവരെ ഇതിനകത്ത് കൊണ്ടുവരണം. അല്ലാതെ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടി അത് ശരിയല്ല. അല്ല, അന്നത്തെ കാലത്ത് സാറൊക്കെ പരിശോധന നടത്തിയിട്ട് അതിൻ്റെയൊക്കെ ഇമേജസ് ഒക്കെ കൊടുത്ത് കാണുമല്ലോ. അതൊക്കെ കൃത്യമായിട്ട് സർക്കാരിന് കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ ഇല്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട്
ഉണ്ടാക്കിയെടുത്ത ഡേറ്റകളൊന്നും ഈ സെൻട്രൽ വാട്ടർ കമ്മീഷനും അല്ലെങ്കിൽ സുപ്രീം കോടതി മുമ്പിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ഒരു റോബോട്ടിനെ ഉപയോഗിച്ച് ടെസ്റ്റ് നടത്തിയായിരുന്നു. 42 ദിവസം ടെസ്റ്റ്. 42 ദിവസം ആ ടെസ്റ്റ് പങ്കെടുത്തത് ഞാനാണ് കേരളത്തിന് വേണ്ടിയിട്ട്. അന്ന് ഓരോ മണിക്കൂർ ഓരോ CD ഉണ്ടാക്കിയെടുക്കുക, ആ CD റെക്കോർഡ് ചെയ്യുക. CD തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെയും ഓരോരുത്തരും ഒപ്പിട്ട CD മാറ്റി. ഏതാണ്ട് 500-600ഓളം CD ഉണ്ടായിരുന്നു. ആ CD ഒന്നോ രണ്ടോ CD സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ആൾക്കാർ കണ്ടാൽ മാത്രം മതിയായിരുന്നു ഇത് ഡാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ. അത് ഉണ്ടായില്ല. അത് പരിശോധിച്ചിട്ടാണോ പരിശോധിക്കാതെയാണോ ഡാം സ്ട്രോങ് ആണെന്ന് അവിടുന്ന് ഒരു അനുകൂലമായൊരു വിധി ഉണ്ടാവുകയും ചെയ്തു. സുപ്രീം കോടതിക്ക് വേണ്ട തെളിവുകളാണ്. ഈ തെളിവുകൾ കൃത്യസമയത്ത് അവിടെ എത്തുന്നില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കേരളത്തിൽ തന്നെ അതിനുള്ള ചാരന്മാരുണ്ടായിരുന്നോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മിടുക്കനായ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. പുതിയൊരു അണക്കെട്ട് അവിടെ നിർമ്മിക്കാൻ കഴിയും. അതിന് ശക്തമായ ഒരു പിന്തുണ നൽകാനുള്ള ആവേശമുള്ള ഒരു മുഖ്യമന്ത്രിയുമാണ് കേരളം ഭരിക്കുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം.